ശിശുക്ഷേമ സമിതിയിലെ രാഷ്ട്രീയ നിയമനങ്ങളിൽ പലതും വേണ്ടത്ര പരിശോധനകൾ ഇല്ലാതെ CWC അംഗങ്ങളായിട്ടുള്ളത് കൊലപാതക കുറ്റം മുതൽ ദളിത് പീഡനത്തിൽ വരെ പ്രതികളായിട്ടുള്ളവരാണ്. കുട്ടികളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നവരെ മാത്രമേ ശിശുക്ഷേമ സമിതി അംഗങ്ങളായി നിയമിക്കാവൂ എന്ന ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് CWC അംഗങ്ങളുടെ പശ്ചാത്തലവും ചർച്ചയാവുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, ഈ ശിശുക്ഷേമ സമിതിയിലെ നിയമനങ്ങൾ, ആ ശിശുക്ഷേമ സമിതിയിലെ നിയമനങ്ങളൊക്കെ രാഷ്ട്രീയ നിയമനങ്ങളായി മാറുന്നു. എന്നാൽ ഈ രാഷ്ട്രീയ നിയമനങ്ങളൊന്നും വേണ്ടത്ര പരിശോധന ഇല്ലാതെയാണ് നടക്കുന്നത്. CWC അംഗങ്ങളായിട്ടുള്ളത് കൊലപാതക കുറ്റം മുതൽ ദളിത് പീഡനം വരെ നടത്തിയിട്ടുള്ള പ്രതികളുമാണ്. കൂടുതൽ വിവരങ്ങൾ. വിനോദ, CWCയിലെ അംഗങ്ങളുടെ ചൈൽഡ് ശിശുക്ഷേമ സമിതിയിലെ അംഗങ്ങളുടെ നിയമനങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്ന സാഹചര്യമുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഒരു മാസം മുമ്പാണ് തിരുവനന്തപുരത്ത് ചൈൽഡ് ലൈനിലെ ഒരു കുട്ടിക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്ന സാഹചര്യം, ജീവനക്കാരുടെ അക്രമം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ ഈ കുട്ടികളെ വേണ്ടത്ര ശ്രദ്ധയില്ലാതെ പരിചരിക്കുന്നവരാണ് ഉണ്ടാകുന്നതെന്നോ അല്ലെങ്കിൽ അംഗങ്ങളായി എത്തുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നമുക്ക് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. കൊല്ലത്തെ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഹൈക്കോടതിയിൽ എത്തുന്നു. ഹൈക്കോടതിയുടെ വിധിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ചയാക്കുകയും കൂടി ചെയ്തത്. അതായത് ചൈൽഡ് ലൈനിൽ ശിശുക്ഷേമ സമിതിയിൽ എത്തുന്ന അംഗങ്ങളായി എത്തുന്നവർക്ക് വേണ്ടത്ര പരിചയമോ അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമോ ഉള്ളവരൊക്കെയാണ് ഇവിടേക്ക് എത്തുന്നതെന്നാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. അതെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള നിയമങ്ങളാണ്. അതായത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഇഷ്ടക്കാരെ ഈ ചില ബോർഡുകളിലേക്കൊക്കെ തിരികെട്ടുന്നത് പോലെ ഇവിടെയും അത്തരം നിയമനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അതത്ര വേണ്ടത്ര കാര്യമായിട്ട് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ഇവരുടെ പശ്ചാത്തലങ്ങൾ അത് നോക്കിയോ ഒന്നുമല്ല ഇതിന് ഇത്തരം നിയമനങ്ങൾ നടത്തുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, നേരത്തെ പത്തനംതിട്ടയുടെ CWC അംഗമായിരുന്ന ഒരു അഡ്വക്കേറ്റ് കാർത്തിക കൊലപാതക കേസിലെ 4ാം പ്രതിയാണ്. ഭർത്താവുമായി ചേർന്ന് ഒരു 6 വയസ്സുകാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന ഒരു കേസും FIR അവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കേസിന്റെ 4ാം പ്രതിയാണ് അഡ്വക്കേറ്റ് കാർത്തിക. ഈ സ്ഥാനം പോലും പോകുന്നത്, ഈ CWC അംഗം എന്ന സ്ഥാനം പോലും നഷ്ടമാകുന്നത് ഈ കേസ് കൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയുടെ തന്നെ നിലവിലെ ഒരു അംഗം, കേസിലെ അംഗമായിരുന്നു N രാജീവ്. അദ്ദേഹവും ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കേസിൽ ഉൾപ്പെട്ട ആളാണ്. SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. പട്ടികജാതിക്കാരനായ ആളെ മർദ്ദിക്കാൻ ശ്രമിച്ചു, കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നടക്കമുള്ള FIR രജിസ്റ്റർ ചെയ്യുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ കേസ് കൂടി ഇദ്ദേഹത്തിനെതിരെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ ഏറ്റവും ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വാളയാർ കേസിൽ വാളയാർ പെൺകുട്ടികളുടെ 2 സഹോദരിമാരുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് വേണ്ടി ഒരു CWC അംഗം അദ്ദേഹം ഈ ഹൈക്കോടതിയിൽ പോയി എന്നൊരു വിവരം കൂടി ഉണ്ടായിരുന്നു. ഇത്തരം സംഭവങ്ങളാണ് അടിക്കടിക്ക് ഉണ്ടാകുന്നത്. ഇത് വലിയ ഗൗരവത്തോടു കൂടി കാണേണ്ട സംഭവമാണ്. ഇത്തരത്തിൽ ഈ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അംഗങ്ങളെ നിയമിക്കുമ്പോഴെല്ലാം കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ് ഇതൊക്കെ എടുത്തു പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ നിയമിക്കുമ്പോൾ അവർ അനുബന്ധമായിട്ടുള്ള മറ്റ് ആളുകളുടെ നിയമനം അതിന് സമാനമായിട്ടുള്ള ആളുകളെ നിയമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല. കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും ഇപ്പോൾ എടുത്ത് നമുക്ക് പറയേണ്ടതായിരിക്കുന്നത്. ഇത്തരം നിയമനങ്ങൾ അത് ഈ സാഹചര്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ, അതായത് ഇത്തരത്തിൽ രാഷ്ട്രീയ നിയമനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു വിവരം കൂടിയാണ് എന്തായാലും വരുന്നത്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വകുപ്പ് അല്ലെങ്കിൽ ഒരു വിഭാഗമാണ്. അല്ലെങ്കിൽ ഈ ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ചിന്തിച്ച് വേണം കുട്ടികളെ നോക്കുന്നതിന് അടക്കം വേണ്ടത്ര പരിശീലനം കൊടുക്കേണ്ടിയിരിക്കുന്നു. കൊടുത്തുകൊണ്ടുള്ള ആളുകളെ വേണം ഇവിടേക്ക് നിയമിക്കേണ്ടിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകും. അത് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് പിന്നീട് എത്തിച്ചേരുകയും ചെയ്യും. കുട്ടികളുടെ മാനസികാവസ്ഥയെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് ശിശുക്ഷേമ സമിതിയിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയ നിയമനങ്ങളാണ് നടക്കുന്നത്. അവിടെ ക്രിമിനൽ കേസിൽപ്പെട്ടവർ പോലും ഈ ശിശുക്ഷേമ സമിതിയിൽ രാഷ്ട്രീയ നിയമനങ്ങളുടെ മറവിൽ അംഗങ്ങളായി വരുന്നു എന്നുള്ളതാണ് വളരെ ഗുരുതരമായ കണ്ടെത്തൽ. ഈ വാർത്തകൾ നൽകുകയായിരുന്നു പ്രശാന്ത്.